ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷുറൻസിൻ്റെ കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ജനറൽ ഇൻഷുറൻസിൻ്റെ കുറേയധികം വിഭാഗങ്ങളെക്കുറിച്ചാണ്. സോ ടൈപ്സ് ഓഫ് ജനറൽ ഇൻഷുറൻസ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറയേണ്ടായി ഇൻഷുറൻസിനെ ലൈഫ് ഇൻഷുറൻസ് എന്നും ജനറൽ ഇൻഷുറൻസ് എന്നും രണ്ടായിട്ട് ബ്രോഡായിട്ട് തരംതിരിക്കാം അല്ലേ. ഈ ജനറൽ ഇൻഷുറൻസിന് പലതരത്തിലും വരുന്നു എന്ന് നമ്മൾ പറയേണ്ടായി. ക്ലിയർ? ഇപ്പോൾ ലൈഫ് അല്ലാത്ത എല്ലാ ഇൻഷുറൻസിനും ജനറൽ ഇൻഷുറൻസ് എന്ന് പൊതുവായിട്ട് പറയപ്പെടുക. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയപ്പോൾ അല്ലേ, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് നോക്കി, ഫയർ ഇൻഷുറൻസ് നോക്കി, മറൈൻ ഇൻഷുറൻസ് നോക്കി, ഓക്കെ. അതുപോലെ തന്നെ ആക്സിഡൻറ്റ്, ദാറ്റ് ഈസ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ നോക്കണ്ടായി. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് ശേഷം വരുന്നൊരു കാര്യമാണ് ജനറൽ ഇൻഷുറൻസ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഫയറോ മറൈനോ ഹെൽത്തോ ഒന്നും അല്ലാത്ത മറ്റുള്ള എല്ലാ പോളിസീസും എന്തിൻ്റെ ഭാഗമാണ്? ജനറൽ ഇൻഷുറൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ടേം ജനറൽ ഇൻഷുറൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത് നോൺ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ പോളിസികളും ജനറൽ ഇൻഷുറൻസ് എന്നുള്ള പേരിൽ നോർമലി അറിയപ്പെടുന്നു. ക്ലിയർ? ഇൻക്ലൂഡിങ് വെഹിക്കിൾ ഇൻഷുറൻസ്, ഹോം ഓണേഴ്സ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള എല്ലാ ഇൻഷുറൻസും ഇതിൻ്റെ ഭാഗമാണ്. ക്ലിയർ? ഇപ്പോൾ ഫയറും മറൈനും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഇതിൻ്റെ വരുന്നു. സോ ജനറൽ ഇൻഷുറൻസ് typically means a kind of insurance that is not determined to be the life insurance. Clear? അത് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത എല്ലാ പോളിസികളെയും ജനറൽ ഇൻഷുറൻസ് എന്നാണ് നോർമലി പറയുക. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഇതിന് എന്തൊക്കെ പേര് പറയാറുണ്ട്? പ്രോപ്പർട്ടി ആൻഡ് കാഷ്വാലിറ്റി ഇൻഷുറൻസ് ഇൻ US. അമേരിക്കയിൽ പ്രോപ്പർട്ടി ആൻഡ് കാഷ്വാലിറ്റി ഇൻഷുറൻസ് എന്നാണ് അറിയപ്പെടുക. അതുപോലെ തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് ഇൻ ദി കോണ്ടിനെൻ്റൽ യൂറോപ്പ്. ക്ലിയർ? ജനറൽ ഇൻഷുറൻസ് is a term mostly used in UK, England. The general insurance is a financial means of protecting items from certain events. അല്ലേ, നമ്മുടെ പ്രോപ്പർട്ടീസിനെയോ അല്ലെങ്കിൽ എക്യുപ്മെൻസിനെയോ ഒക്കെ ചില ഈവൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൊട്ടക്റ്റീവ് മെഷറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ജനറൽ ഇൻഷുറൻസ് കംപ്രൈസസ് ഓഫ് ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി എഗൻസ്റ്റ് ഫയർ, ബർഗ്ലറി, എക്സെട്ര, ആൻഡ് പേഴ്സണൽ ഇൻഷുറൻസ് സച്ച് ആസ് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ അവിടെ ഇതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ സാധാരണ ഉൾപ്പെടുത്താറുണ്ട്. പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, ഇതെല്ലാം ജനറൽ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പറയാം. അതുപോലെ തന്നെ ലയബിലിറ്റി ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടീസിനോ പബ്ലിക്കിനോ ഒക്കെ ലയബിലിറ്റി പൈസ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ആ പൈസ അങ്ങനെയുള്ളൊരു ലയബിലിറ്റി ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റെടുക്കുന്ന പോളിസികളാണ് ലയബിലിറ്റി ഇൻഷുറൻസ് പോളിസികൾ. പ്രത്യേകിച്ച് വെഹിക്കിൾസിൻ്റെ കേസ് നമുക്കറിയാം അല്ലേ. ഒരു വെഹിക്കിൾ ഓടിച്ചതിൻ്റെ ഫലമായി അത് തട്ടി മറ്റൊരാൾക്ക് അപകടം ഉണ്ടായി അവർക്ക് എന്തെങ്കിലും ചിലവ് വേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അംഗവൈകല്യം വരികയാണെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഒരു ഒബ്ലിഗേഷൻ, ലയബിലിറ്റിയാണ്. ക്ലിയർ? ഇങ്ങനെ തേർഡ് പാർട്ടീസിന് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ തേർഡ് പാർട്ടി, ദാറ്റ് ഈസ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയും അല്ലേ. അത് തേർഡ് പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാകുമ്പോൾ തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഷോർട്ടായിട്ട് പറയും. ഇതുപോലെ പബ്ലിക്കിനും ചിലപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഒരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിൽ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് പബ്ലിക്കിന് ഹെൽത്ത് പ്രോബ്ലംസ് വന്നു, അത് അഫക്റ്റ് ചെയ്തു. ക്ലിയർ? അതല്ലെങ്കിൽ എയർ പൊല്യൂഷൻ്റെ ഫലമായിട്ട് അവർക്ക് പ്രോബ്ലംസ് നേരിട്ടു, അല്ലെങ്കിൽ അവരുടെ ലാൻഡ് പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വിളവ് നശിച്ചു പോയി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെങ്കിൽ അതുമായി അനുബന്ധിച്ചുകൊണ്ട് തന്നെ അവർക്ക് ലയബിലിറ്റി കൊടുക്കേണ്ടി വരും. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പബ്ലിക്കിന് മൊത്തത്തിൽ വരുന്നതുകൊണ്ട് തന്നെ പബ്ലിക് ലയബിലിറ്റി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ലയബിലിറ്റി ഇൻഷുറൻസ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. So generally speaking, all the insurance policies other than the life insurance policies will come under the category of general insurance. Clear? But നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് 2-3-4 ഇൻഷുറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതുകൊണ്ട് അതല്ലാത്ത ബാക്കിയുള്ള ജനറൽ ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് നമുക്കിതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫയറിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടായി, മറൈൻ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടായി. ക്ലിയർ? അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലിയർ?
അപ്പോൾ അതല്ലാതെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റുള്ള റിസ്കുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ക്ലിയർ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പോളിസികൾ എടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കവറായിട്ടാണ് ജനറൽ ഇൻഷുറൻസിൽ വരുന്നത്. സോ ദർ ആർ പ്രോഡക്ട്സ് ഓവർ ദറ്റ് ഈസ് പ്രോപ്പർട്ടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? ആ പ്രോപ്പർട്ടിയിൽ തന്നെ പലതരത്തിലുള്ള പ്രോപ്പർട്ടി ഇൻഷുറൻസ് ചെയ്യുമ്പോൾ തന്നെ ബർഗ്ലറി ഇൻഷുറൻസ്, ബർഗ്ലറി പറഞ്ഞാൽ മോഷണമാണ്, അല്ലേ? നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു, വാല്യുബിൾസോ ഓർണമെൻറ്റ്സോ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബർഗ്ലറി ഇൻഷുറൻസ് നമുക്ക് ചെയ്യാം. പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടി, ഡാമേജിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൗസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. So there are policies that cover the hull and ship marine insurance കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ. ദെൻ ഓട്ടോ ഇൻഷുറൻസ്, നമുക്ക് ചില സ്പെസിഫിക് കാറ്റഗറിയിലേക്ക് വരാം. ഓട്ടോ, ക്ലിയർ? ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എന്താണത്? ക്ലിയർ? സോ ഫുൾ കവറേജ് ഈസ് റിക്വയർഡ് for new cars and those under the financing. Although regulators and regulations vary by state, clear? So auto insurance is designed to help to pay for the repairs, replacement and in the event of the accident, അല്ലേ? ഒരു ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്? ആ വെഹിക്കിൾസിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ, ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ, ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കവറേജ് ആയിട്ട് ഇതാവുക എന്നുള്ളതാണ് ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്, ക്ലിയർ? അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ജനറൽ ആയിട്ടുള്ള ഇൻഷുറൻസ് ഒക്കെ ബാധകമാണ്, ക്ലിയർ? ഇങ്ങനെ ഫുൾ ഇൻഷുറൻസ് ചെയ്യണം, വെഹിക്കിൾസിന് കൂടെ ഇൻഷുറൻസ് ചെയ്യണം എന്നൊക്കെ ബാധകമാണ്. പക്ഷേ നമുക്കറിയാം ഇന്ത്യയിൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ചിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ്. റോഡിൽ, പബ്ലിക് റോഡിലൂടെ വെഹിക്കിൾ ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏത് വെഹിക്കിൾ ആയിക്കോട്ടെ അത് ഓടണമെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ലയബിലിറ്റി എന്നാണ് നമ്മൾ പറയുക. ഈ വണ്ടി എവിടെ ആരുടെയെങ്കിലും മേലെ കൊണ്ടിടിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ വണ്ടിയുടെ ഫലമായിട്ട് ഇഞ്ചുറിയോ ആക്സിഡൻറ്റോ സംഭവിച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അങ്ങനെയുള്ള കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എന്തായാലും വെഹിക്കിൾ ഓണേഴ്സ് എടുത്തിരിക്കണം. ഇറ്റ് ഈസ് മാൻഡേറ്ററി ആസ് പെർ മോട്ടോർ വെഹിക്കിൾ ആക്ട്, ക്ലിയർ? അപ്പോൾ അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. പക്ഷേ ഈ വെഹിക്കിൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് അവിടെ എന്ത് ചെയ്യുന്നു? ഇതിന് പുറമെ ഓട്ടോമൊബൈലിൻ്റെ റിപ്പയർസോ മെയിൻ്റനൻസോ റിന്യൂവൽസോ അതുപോലെ തന്നെ അഥവാ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ വെഹിക്കിളിൻ്റെ നഷ്ടം നികത്തി കിട്ടുന്നതിന് വേണ്ടി, ക്ലിയർ? അപ്പോൾ വെഹിക്കിൾ പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ടുകൾ മാറ്റേണ്ടി വരും. അതിനുള്ള കോസ്റ്റ് കവർ ചെയ്യുന്ന തരത്തിൽ ഫുൾ ഇൻഷുറൻസ് ആയിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, then so automobile insurance also covers the vehicle in the event of the theft, അതുപോലെ തന്നെ മോഷണം പോകുന്ന സമയത്തുള്ള അതിന് വേണ്ടിയുള്ള കവറേജ് ലഭിക്കും. then the other forms of damage depending upon the chosen policy. അപ്പോൾ നമ്മൾ പോളിസി എടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിൽ വരിക, അതിനനുസരിച്ച് പ്രീമിയം കൂടും. കൂടുതൽ റിസ്ക് നമ്മൾ കവർ ചെയ്യുന്നതോടും കൂടും, അല്ലേ? അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടും, ക്ലിയർ? തേർഡ് പാർട്ടി മാത്രമാണെങ്കിൽ അതിന് കുറച്ച് എമൗണ്ടേ വരുള്ളൂ. അല്ല, നമ്മൾ റിപ്പയർസും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക, അപ്പോൾ അതിന് അത്രയും ക്ലിയർ പ്രീമിയം കൂടും. അതുപോലെ തന്നെയാണ് തെഫ്റ്റോ മോഷണം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സ് അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രീമിയം വീണ്ടും കൂടും. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇത് വരിക. ഓക്കെ, ഡിസബിലിറ്റി ഇൻഷുറൻസ് വേറൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്. സോ ഡിസബിലിറ്റി ഇൻഷുറൻസ് മേ പ്രൊട്ടക്ട് the insured from financial ruin if the insured or disabled and can no longer work, അല്ലേ? ഒരു ഡിസബിലിറ്റി വർക്കിൻ്റെ ഫലമായിട്ടോ ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഫാക്ടറിയുടെ വർക്കിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഓക്യുപ്പേഷൻ ഏർപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ ഫലമായിട്ടോ ഡിസബിലിറ്റി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലേ? ചിലപ്പോൾ ഒരു സോൾ വേജ് ഏണർ ആയിരിക്കും, അല്ലേ? ഒരു ഫാമിലിയിലെ ആകെ വരുമാനം ഉണ്ടാക്കുന്ന ഒരേ ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ എന്താവും? പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം സന്ദർഭങ്ങളിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റാണ് ഡിസബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഡിസബിലിറ്റി ഇൻഷുറൻസ് ഈസ് അവൈലബിൾ ഇൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പോളിസീസ്. രണ്ട് തരത്തിലുള്ള പോളിസീസും അവൈലബിൾ ആണ്. ഷോർട്ട് ടേം ഇൻഷുറൻസ് പേയ്സ് അപ്രോക്സിമേറ്റ്ലി 6 months, 6 മാസം വരെയുള്ള പീരീഡിലേക്കുള്ള ഡിസബിലിറ്റി ഇൻഷുറൻസ് കവറേജ് ആണ് ഈ ഷോർട്ട് ടേം പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും 6 മാസത്തിന് ശേഷം അധികമായിട്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെ കവറേജ് ലഭിക്കുന്ന തരത്തിൽ പോളിസി എടുക്കുകയാണെങ്കിൽ എന്ത് പറയും? ലോങ് ടേം ഇൻഷുറൻസ് പോളിസി എന്ന് പറയാൻ പറ്റും, ക്ലിയർ?
സോ അണ്ടിൽ ദ പേഴ്സൺ റീച്ചസ് ദി ഏജ് ഓഫ് 65, 65 വയസ്സ് വരെ ക്ലിയർ ഈ രീതിയിലായിരിക്കും അതിൻ്റെ എക്സ്റ്റെൻഡ്. അത്ര വർഷം വരെ നമുക്ക് വേണമെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ക്ലിയർ 65 ഇയേഴ്സ് വരെയാണ് ഈ ഡിസബിലിറ്റി ഇൻഷുറൻസ് കവറേജ് ലഭിക്കുക. Then if an employee is covered through employer, clear, ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായി ഒരു വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കേഴ്സിന് എന്തെങ്കിലും എംപ്ലോയിക്ക് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഡിസബിലിറ്റി വരുന്നതെങ്കിൽ അതിന് കവർ ചെയ്യുന്നതിന് വേണ്ടി ഡിസബിലിറ്റി പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? സോ കവറേജ് മേ ബി average or range between 60% and 70% of the current income. ക്ലിയർ? ഇപ്പോൾ ആ എംപ്ലോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാലറിയുടെ 60 മുതൽ 70% വരെയുള്ള എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് കൊടുക്കുക? കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസബിലിറ്റി ഇൻഷുറൻസ് ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ്. അതുപോലെ തന്നെ ഹോം ഓണേഴ്സ് ഇൻഷുറൻസ്, അല്ലേ? ഹൗസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഹോം ഓണേഴ്സ് നമുക്കറിയാം, വീടുകൾ, അല്ലേ? അതിൽ പലതരത്തിലുള്ള ആക്സിഡൻറ്റ് സംഭവിക്കാം, അല്ലേ? പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാം. ഇലക്ട്രിഫിക്കേഷൻ റിലേറ്റഡ്, വയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്ന് തീപിടിച്ച് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? കവറേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഹോം ഓണേഴ്സ് ഇൻഷുറൻസ് പോളിസി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലും എക്സ്റ്റെൻഡ് ഓഫ് കവറേജ് കൂടുന്തോടും എന്തിനൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതിനനുസരിച്ച് പ്രീമിയം കൂടി വരും. ക്ലിയർ? ഏതെങ്കിലും ഒറ്റ കോഴ്സ് മാത്രം ഉണ്ടെങ്കിൽ പ്രീമിയം കുറയും. മൾട്ടിപ്പിൾ കോഴ്സ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ ലോങ് ടേം കെയർ ഇൻഷുറൻസ്, അത് വേറെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? കെയർ പ്രൊട്ടക്ഷൻ ഈസ് ഡിസൈൻഡ് ഫോർ ദോസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്രോണിക് ഇൽനെസ്, ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക്, അല്ലേ? പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല, ക്രോണിക്കായിട്ട് നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു കേസസിലൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ ലൈവ്ലിഹുഡോ ജീവിതമോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ലോങ് ടേം ആയിട്ടുള്ള കെയർ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നു. സോ ഇറ്റ് മേ ഹെൽപ്പ് ടു പ്രൊമോട്ട് ഫോർ നെസസറി ഹോം ഓർ അറ്റ് ഹോം ഹെൽത്ത് കെയർ. ക്ലിയർ? ഹെൽത്ത് കെയറിൽ ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ സപ്പോർട്ട് സിസ്റ്റം, ഇതെല്ലാം വീടുകളിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക. ദെൻ ലോങ് ടേം കെയർ പോളിസീസ് മേ ഓൾസോ ഹെൽപ്പ് to pay for adult day care services and assisted village facility. ഇങ്ങനെ ഒട്ടനവധി സ്കീമുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അഡൾട്ട് എഡ്യൂക്കേഷൻ, അഡൾട്ട് കെയർ, അതുപോലെ തന്നെ അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റീസ്, ഇതെല്ലാം ഒരുക്കി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലോങ് ടേം കെയർ ഓഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ജനറൽ ഇൻഷുറൻസ്. പക്ഷേ എങ്കിലും വേറെയും ചില ടൈപ്പ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മിസ്ലേനിയസ് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇതിനെ രണ്ടായിട്ട്, ജനറൽ ഇൻഷുറൻസ് രണ്ടായിട്ടാണ് പറയുക. മിസ്ലേനിയസ് ഇൻഷുറൻസ് എന്ന് പറയും, ജനറൽ ഇൻഷുറൻസ് എന്നും പറയും. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ് ഈ മിസ്ലേനിയസ് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയുന്നത്? സോ മിസ്ലേനിയസ് ബാലൻസ് ഓർ ഇൻഷുറൻസ്, മിസ്ലേനിയസ് ഇൻഷുറൻസ് refers to contracts of insurance other than those like of USA. So let us see the different types of miscellaneous insurance. First one is personal accidental ഇൻഷുറൻസ്. ഇപ്പോൾ എന്താണ് ഈ മിസ്ലേനിയസ് ഇൻഷുറൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്? എല്ലാ തരത്തിലുള്ള ഇൻഷുറൻസും. ക്ലിയർ? ബാക്കി നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, അല്ലേ? എല്ലാം, അതായത് സ്റ്റേറ്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ജനറൽ ഇൻഷുറൻസ് പോളിസികളും നമുക്ക് എന്ത് പറയാൻ പറ്റും? മിസ്ലേനിയസ് ഇൻഷുറൻസ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ. അപ്പോൾ മിസ്ലേനിയസ് പോളിസിയിൽ വളരെയധികം ഇൻഷുറൻസ് അടങ്ങിയിരിക്കുന്നു. ഓക്കെ. ദെൻ ലോങ് ടേം കെയർ ഇൻഷുറൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ? അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ആളുകൾ സിവിയർ ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസീസസോ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ട്രീറ്റ്മെൻറ്റിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് അവർക്ക് ഒരു അസിസ്റ്റൻസിന് വേണ്ടി ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രോണിക് ഇൽനെസ് ബാധിച്ചിട്ടുള്ള എൽഡർലി ആയിട്ടുള്ള ആളുകൾക്കോ അങ്ങനെയുള്ള ആൾക്കൊക്കെ എന്ത് ചെയ്യുന്നു? നഴ്സിംഗ്, അല്ലേ? നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള, ഹോം നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള, അല്ലേ? അങ്ങനെയുള്ള ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ഇതിലൂടെ നൽകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അത് മിസ്ലേനിയസ് ഇൻഷുറൻസിൽ ഒന്നാമത്തെ കാര്യമാണെന്ത്? പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്. അതിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു.
വ്യക്തികൾ ആക്സിഡൻറ്റ് സംഭവിച്ച് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടോ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ അംഗവൈകല്യം സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ എക്കണോമിക് ലൈഫിനെ ബാധിക്കും, അല്ലേ, സോഷ്യൽ ലൈഫിനെ ബാധിക്കും. ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ലംസം എമൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗമായി ചെറിയൊരു എമൗണ്ട് വീതം ഓരോ വർഷവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ വർഷത്തിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് എത്രയാണോ സം അഷ്യൂർഡ് ആ എമൗണ്ട് നൽകും. അവിടെ ഇൻഡെംനിറ്റി അല്ല അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലേ. ലൈഫ് ഇൻഷുറൻസിനെ പോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് എന്താ, ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ സം അഷ്യൂർഡ് ആണ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഓൾറെഡി പറഞ്ഞു, അല്ലേ. ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി നമുക്ക് ഇഷ്യൂ ചെയ്യാം, എന്തിനൊക്കെ വേണ്ടി ഇഷ്യൂ ചെയ്യാം, ബർഗ്ലറിക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യാം, അതുപോലെ ഹൗസ് ബ്രേക്കിംഗ്, അല്ലെ, വീട് ഭവന വിവേചനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലേ. എന്ത് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ ഇടിക്കപ്പെടുക, അങ്ങനെയൊക്കെ വരാവുന്ന കേസസ് വരുമ്പോൾ അതുപോലെ തെഫ്റ്റ്, ക്രോപ്പ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കുറേയധികം ഇൻഷുറൻസ് എന്തിൻ്റെ ഭാഗം തന്നെയാണ്, ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് വരാം. ക്ലിയർ. അപ്പോൾ ക്രോപ്പ് ഇൻഷുറൻസും നമുക്ക് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നോക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്തെല്ലാം അതൊരു സെപ്പറേറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് കമ്പനിയാണ്, അല്ലേ, അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എനി പ്രോപ്പർട്ടി മൂവബിൾ ഓർ റിമൂവബിൾ, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ, വെസ്റ്റഡ് ഓർ കണ്ടിജൻ ക്യാൻ ബി ഇൻഷുർഡ്. ക്ലിയർ. അപ്പോൾ ഇൻഷുർ ചെയ്യാൻ പറ്റുന്ന ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിക്ക് നമുക്ക് ഇൻഷുർ ചെയ്യാം. മൂവബിൾ പ്രോപ്പർട്ടിക്ക് ഇൻഷുർ ചെയ്യാം, ഇമൂവബിളിന് ചെയ്യാൻ പറ്റും. ക്ലിയർ. ഫ്യൂച്ചർ പ്രോപ്പർട്ടിക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ കയ്യിലുള്ള പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിൻജൻ്റ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലും ഇൻഷുർ ചെയ്യാം. ഓക്കെ, അതിലൊക്കെ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഓക്കെ. ദെൻ പ്രോപ്പർട്ടി ഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ദി മോസ്റ്റ് റിസ്ക് to the property such as the fire, theft, അതുപോലെ തന്നെ വെതർ ഡാമേജ്, ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ആണ് കൊടുക്കുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് സ്പെഷ്യലൈസ്ഡ് ഫോംസ് ഓഫ് ഇൻഷുറൻസ് സച്ച് ആസ് ഫയർ ഇൻഷുറൻസ്, ഫ്ലഡ് ഇൻഷുറൻസ്, എർത്ത് ഇൻഷുറൻസ്, ഹോം ഇൻഷുറൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള പേരിലും ഇത് ഓരോരോ സിംഗിൾ റിസ്കിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അല്ല കോമ്പസിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്നുള്ള ഒറ്റ പേരിൽ ഇതെല്ലാം കവറപ്പ് ചെയ്യുന്ന തരത്തിൽ എടുക്കാൻ പറ്റും. ഓക്കെ. So property insurance, property is insured in two ways, namely open perils and named perils. Clear. അപ്പോൾ പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ രണ്ട് തരത്തിലാണ് അതിൻ്റെ റിസ്കിൻ്റെ കാര്യങ്ങൾ വരിക. ഒന്ന് ഓപ്പൺ, വേറൊന്ന് നെയ്മഡ് പെരിൽ. എന്താ ഓപ്പൺ പെരിൽ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റിസ്ക് എന്തൊക്കെയാണെന്നൊന്നും കാണിക്കാതെ ക്ലിയർ അത് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഒരു പോളിസി നൽകുന്ന സമയത്ത് ഓപ്പൺ പെരിൽസ് ആണത്. നെയ്മഡ് പെരിൽസ് എന്താ, പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന നഷ്ടം ഇന്ന കാരണങ്ങളാണെങ്കിൽ മാത്രം നഷ്ടപരിഹാരം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോസ് സംഭവിക്കാൻ സാധ്യതയുള്ള, പെരിൽസ് വരാൻ സാധ്യതയുള്ള, അല്ലേ, നഷ്ടം അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്തൊക്കെയാണോ, റിസ്ക് എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് അവിടെ അത് സംബന്ധിച്ചിട്ടുള്ളൊരു ലോസ് വന്നാലേ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ക്ലിയർ. അപ്പോൾ ഓപ്പൺ പെരിൽസും ഉണ്ട്, നെയ്മഡ് പെരിൽസും ഉണ്ട്. ക്ലിയർ. നെയ്മഡ് എന്ന് പറയുമ്പോൾ ലിസ്റ്റഡ് എന്നർത്ഥം, ക്ലിയർ, എക്സ്പ്രസ്ഡ് എന്നർത്ഥം, വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ദെൻ ഓപ്പൺ പെരിൽസ് കവർ ഓൾ ദി കോസസ് ഓഫ് ലോസസ് നോട്ട് സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ് ഇൻ ദ പോളിസി. സ്പെസിഫിക് ആയിട്ടൊന്നും പറയാതെ എല്ലാ പ്രോപ്പർട്ടിക്ക് വരുന്ന എല്ലാ ലോസുകൾക്കും എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഇങ്ങനെ വരിക. ക്ലിയർ. മോസ്റ്റ് ഓഫ് ദി കേസ്, ഇൻ മോസ്റ്റ് ഓഫ് ദി കേസ്, ആൾമോസ്റ്റ് ഓൾ. ഓക്കെ. കോമൺ എക്സ്ക്ലൂഷൻസ്, ഇതിന് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്. ഓപ്പൺ പെരിൽസിൽ വരുന്ന എക്സ്ക്ലൂഷൻ എന്തൊക്കെയാണത്? ദാറ്റ് ഈസ് ഡാമേജ് ഫ്രം എർത്ത് ക്യൂക്കിൻ്റെ ഫലമായിട്ട് ഡാമേജ് സംഭവിച്ചു, അതെ, ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലേ, അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം എന്താ, വളരെ മാസീവായിട്ട് എല്ലാത്തിനും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ, അതുപോലെ ഫ്ലഡ്, ന്യൂക്ലിയർ ഇൻസിഡൻസ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് വരുന്ന, അല്ലെങ്കിൽ ആക്ട് ഓഫ് ടെററിസം, ദെൻ വാർ, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് വരുന്ന നഷ്ടങ്ങൾക്ക് എന്തില്ല, എക്സ്ക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പ്രോപ്പർട്ടി ഇൻഷുറൻസ് നോർമലി കൊടുക്കുക, ഓപ്പൺ പോളിസി. ഓക്കെ. ദെൻ നെയ്മഡ് പെരിൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആക്ച്വൽ കോസ് എന്തായിരിക്കണമെന്ന് മുൻകൂട്ടി തന്നെ നിശ്ചയിക്കണം. ഫയർ ആണെങ്കിൽ ഫയർ എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലേ, ആ രീതിയിൽ അത് വ്യക്തമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന എന്ത് പെരിൽസിനെയാണ് ഇത് കോമ്പൻസേഷൻ കൊടുക്കുക. ലൈറ്റനിങ് ആണോ, ഫയർ ആണോ, എക്സ്പ്ലോഷൻ ആണോ, തെഫ്റ്റ് ആണോ,
ക്ലിയർ? അപ്പോൾ ഇതിനനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, വാട്ട് ആർ ദി കവറേജ്? ഓക്കെ, ദെൻ so in the case of property insurance, the proposer of the policy should first and the foremost have an interest, insurable interest വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം. ഇതെല്ലാം ജനറൽ ആയിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. So the most popular is the standard fire life insurance perils policy which covers most of the perils. ഒരു സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫയർ ആൻഡ് അലൈഡ് പെരിൽസ് പോളിസി എന്നാണ് പറയുക. അവിടെ എന്ത് ചെയ്യുന്നു, ഫയർ ഇൻഷുറൻസും അതിന് റിലേറ്റഡ് ആയിട്ട് വരാവുന്ന മറ്റുള്ള കുറേയധികം പെരിൽസും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, സോ പ്രോപ്പർട്ടി ഈസ് എക്സ്പോസ്ഡ് ടു ലൈക്ക് ഫയർ, റൈറ്റ്സ്, ഫ്ലഡ്, സ്റ്റോം, അല്ല ഇതിലെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത് വരിക. സോ നോർമലി ഒരു ഇൻഷുറൻസിന് ഇത്തരത്തിലുള്ള ഒരു ജനറലി പ്രോപ്പർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറേയധികം റിസ്കുകൾ കവർ ചെയ്തിട്ടായിരിക്കും വരിക. ക്ലിയർ? ഇനി ചില സ്പെസിഫിക് ആയിട്ടുള്ള കവറേജ് നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ബർഗ്ലറി ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ബർഗ്ലറി നമുക്കറിയാം മോഷണത്തിനെതിരായിട്ടുള്ള ഇതാണ്. അവിടെ നമ്മുടെ സ്റ്റോക്കോ ഐറ്റംസോ വാല്യുബിൾസോ ഓർണമെൻറ്റ്സോ, അപ്പോൾ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ എത്രയൊക്കെയാണ് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്ത് പ്രപ്പോസൽ ഫോമിൽ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? അതിൻ്റെ വാല്യൂവിനനുസരിച്ച് അത് മോഷണം പോകുകയാണെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. ക്ലിയർ? അപ്പോൾ അത് ബർഗ്ലറി ആൻഡ് ഹൗസ് ബ്രേക്കിംഗ് എന്നുള്ള രീതിയിലൊരു പോളിസി നമ്മൾ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പോളിസീസും ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കപ്പെടുന്നു. സോ ദ കോസ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് പോളിസി, ദർ ഈസ് എ പ്രീമിയം അല്ലേ? ഇൻഷുറൻസ് പോളിസിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, പാർട്ടീസിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഷുർഡിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീമിയമാണ്, അടയ്ക്കുന്ന പ്രീമിയം അല്ലേ? അത് എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുക? അത് ഏതൊക്കെ പെരിൽസ് കവർ ചെയ്യുന്നു, കൂടുതൽ പെരിൽസ് അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് കവർ ചെയ്യുന്നതോടും കൂടുതൽ പ്രീമിയം വരും. ക്ലിയർ? കുറച്ചുള്ളതും കുറച്ച് മതിയാവും. വാല്യൂ, എത്ര സമ്മഷ്യൂർഡിന് എത്ര വാല്യൂവിനാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്, വാല്യൂ കൂടുന്തോറും പ്രീമിയം കൂടും, വാല്യൂ കുറയുന്നതോറും പ്രീമിയം കുറയും. അതുപോലെ തന്നെ ദ യൂസേജ് ഓഫ് ദ പ്രിമിസസ് പ്രപ്പോസ്ഡ് ഫോർ ഇൻഷുറൻസ്, അതുപോലെ തന്നെ അതിൻ്റെ യൂസേജ് അല്ലേ, കണ്ടിന്യൂസ് യൂസേജ് ആയിട്ട് വരുന്നതാണോ അതല്ലാത്ത രീതിയിലുള്ളതാണോ, ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യാസം വരും. ക്ലിയർ? അപ്പോൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ അവിടെ റിസ്ക് കൂടുതലാണ്. ഈ ബർഗ്ലറി ഇൻഷുറൻസ് എടുത്ത് വീട് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു വീടാണ്, അപ്പോൾ നോർമലി അവിടെ റിസ്ക് കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രീമിയം വരും. ദെൻ ദ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രമിസസ് അല്ലേ, അതുപോലെ തന്നെ പ്രമിസസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലിയർ? അതിനനുസരിച്ച് അത് റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ, ബോർഡർ ഏരിയയിലാണോ, അതല്ല ടൗൺ ഏരിയയിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹൈവേയുടെ അടുത്തൊക്കെ റോഡ് സൈഡായിട്ട് വരുന്നതാണോ, ഇങ്ങനെയുള്ള അതിൻ്റെ സ്പെസിഫിക് ലൊക്കേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, റിസ്ക് അസസ് ചെയ്തിട്ട് പ്രീമിയത്തിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ഓക്കുപ്പൻസി. ക്ലിയർ? അതുപോലെ തന്നെ ബിൽഡിംഗ് ആൻഡ് ഓക്കുപ്പൻസിയുടെ നേച്ചർ എന്താണ്, ഇങ്ങനെയുള്ള കുറേയധികം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ത് നിശ്ചയിക്കപ്പെടുന്നത്, പ്രീമിയം എമൗണ്ട് നിശ്ചയിക്കപ്പെടുന്നത്. സോ ഫയറും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അസോസിയേറ്റഡ് പെരിൽസ് കൂടെ ഫയർ ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമായി ഒരു ഫയർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതുകൂടെ വരാറുണ്ട്. ഓക്കെ, ഡാമേജ്, ബിൽഡിങ്ങിൻ്റെ ഡാമേജോ അല്ലെങ്കിൽ വിൻഡോസോ ഫർണിച്ചറോ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡാമേജ്, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉൾപ്പെടുത്തി ക്ലബ് ചെയ്തിട്ടായിരിക്കും നോർമലി ഒരു ഫയർ ഇൻഷുറൻസ് വരിക. അതുപോലെ ഫ്ലഡിന് ഇൻഷുറൻസ് ചില ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. ക്ലിയർ? ഫ്ലഡ് മുഖേന പ്രോപ്പർട്ടികൾക്കോ ഫർണിച്ചറുകൾക്കോ മറ്റ് കാറ്റിൽസോ അല്ലെങ്കിൽ അവരുടെ അല്ലേ ഡെയിലി ലൈഫിന് ഭാഗമായിട്ട് അവർ വളർത്തു മൃഗങ്ങളോ അല്ലേ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ പശുക്കൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, ആടുകൾ, പശുക്കൾ, അങ്ങനെയുള്ള അതിനൊക്കെ വരുന്ന നഷ്ടങ്ങൾക്ക് എതിരായിട്ട് എന്ത് ചെയ്യുന്നു, കവറേജ് കൊടുക്കുന്ന തരത്തിലുള്ള പോളിസീസും ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി കൻ സീ അബൌട്ട് ദി ലയബിലിറ്റി ഇൻഷുറൻസ്. ലയബിലിറ്റി ഇൻഷുറൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതോ ഒരാൾക്ക് എന്തോ ഒരു ലയബിലിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരുന്നു, ഒരു ഓബ്ലിഗേഷൻ കൊടുക്കേണ്ടി വരുന്നു വിചാരിക്കുക, അത് നമ്മുടെ ലയബിലിറ്റിയാണ്. നമ്മൾ ആ ലയബിലിറ്റിയെ കവർ ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, ആ ലയബിലിറ്റിയുടെ എമൗണ്ട് നമ്മൾ വഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അത്തരമൊരു റിസ്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് എടുക്കുന്നു. അതാണ് എന്ത് ലയബിലിറ്റി ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറമെ ഒരാൾക്കുള്ള ലയബിലിറ്റി ആണെങ്കിൽ നമ്മളതിനെ തേർഡ് പാർട്ടിക്ക് വരുന്ന ലയബിലിറ്റി ആണെങ്കിൽ തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയും. ക്ലിയർ? പബ്ലിക്കിന് അറ്റ് ലാർജ്, മൊത്തത്തിൽ എല്ലാ ആളുകളെയും ബാധിക്കുന്ന, സൊസൈറ്റിയിൽ കുറേയധികം ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ലയബിലിറ്റി ഒബ്ലിഗേഷനാണ് നമുക്ക് വരുന്നതെങ്കിൽ അതിനെ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ ലോയേഴ്സോ, ഇവരൊക്കെ പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ അവരുടെ ചെറിയൊരു നെഗ്ലിജൻസ് കൊണ്ട് സംഭവിക്കാം, ചിലപ്പോൾ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടു എന്ന് വരാം അഗ്രീഡ് പാർട്ടി.
അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ക്ലൈംസ് കോമ്പൻസേഷൻ ആവശ്യപ്പെടുമ്പോൾ വലിയൊരു എമൗണ്ട് ചിലപ്പോൾ ആവശ്യപ്പെടും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ പ്രൊഫഷണൽസിന് അതൊരു ലയബിലിറ്റി ആയിട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഫഷണൽ നെഗ്ലിജൻസിന് എതിരായിട്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ പ്രൊഫഷണൽ നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ട് വരുന്ന ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. ക്ലിയർ? അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ടേ അത് കൊടുക്കുള്ളൂ. എനിവേ ദെൻ അപ്പോൾ തന്നെ ഇങ്ങനെ കുറേയധികം ലയബിലിറ്റി ഇൻഷുറൻസ് വരാം. പബ്ലിക് ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു ഓഡിറ്റോറിയം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചുള്ള ഒരാൾ. ക്ലിയർ? അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന കുറേയധികം ആൾക്കാർ വരാം. ക്ലിയർ? ഒരു ഫംഗ്ഷന് വേണ്ടി വരാം. ആ ഓഡിറ്റോറിയത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ ആളുകൾക്കൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും? നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. ക്ലിയർ? അതിന് നമ്മൾ ഒരു പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ എടുക്കും. അതുപോലെ ഇൻഡസ്ട്രിയൽ കൺസേൺ എന്ന് വിചാരിക്കുക, കെമിക്കൽസ് ഒക്കെ നിർമ്മിച്ച് കൊടുക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എന്താവും? ആ പ്രദേശത്ത് മുഴുവനായിട്ട് ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെ വരും. അതിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് അസുഖം വരാം. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ലയബിലിറ്റി, പബ്ലിക് ലയബിലിറ്റി വരാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെതിരായിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു. ഇതൊക്കെയാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസിൻ്റെ കേസ്. ഓക്കെ. പ്രൊഫഷണൽ നെഗ്ലിജൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോളിസിറ്റേഴ്സ്, ലോയേഴ്സ്, അക്കൗണ്ടൻസ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് അവരുടെ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ തന്നെ ക്ലയൻറ്റ് അവരുടെ ഒരു നെഗ്ലിജൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലപ്പോൾ കേസ് ഫയൽ ചെയ്ത് കോമ്പൻസേഷൻ ആവശ്യപ്പെടും. അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. ക്ലിയർ? അതൊരു വലിയൊരു ബാധ്യതയായിട്ട് മാറും. ഓക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു കേസസിലാണ് ഇങ്ങനെയുള്ളൊരു ഇതെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ക്ലെയിം വരെ 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, അങ്ങനെ ഏതെങ്കിലും ഒരു എമൗണ്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീമിയം അടയ്ക്കുന്നു. അതുവരെയുള്ളൊരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് ക്ലെയിം വന്നാൽ, ഒരു കേസ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഷുറൻസ് കമ്പനി അത് പ്രൊവൈഡ് ചെയ്തോളും. അപ്പോൾ ആ രീതിയിലുള്ളതാണ് ഇത്. കമ്പൽസറി ഇൻഷുറൻസ് അല്ലേ. കമ്പൽസറി ഇൻഷുറൻസ് നമുക്കറിയാം, അതും ലയബിലിറ്റി ഇൻഷുറൻസ് ആയിട്ട് വരുന്നതാണ്. കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം, കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് അല്ലേ, ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും നിലവിലുള്ള ESI ആക്ട് അനുസരിച്ച്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അനുസരിച്ച് എംപ്ലോയീസിനെ ഇൻഷുർ ചെയ്യണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇൻഷുറൻസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം മന്ത്ലി ESIയുടെ വിഹിതമായിട്ട് എന്ത് ചെയ്യണം? പിടിച്ചടയ്ക്കണം. ക്ലിയർ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. ഇങ്ങനെ വരുന്നൊരു ലയബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ, ഇതൊരു ലയബിലിറ്റി ഇൻഷുറൻസ് ആണ്. അവിടെ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത്, അതുപോലെ തന്നെ സിക്നെസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേയധികം കവറേജാണ് അതിൽ വരിക. ഓക്കെ. ഇത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനാണ് പ്രധാനമായിട്ടും ഉപയോഗപ്രദമായിട്ട് വരിക. അതിന് നിശ്ചിത പരിധിയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലിയർ? ഇൻഷുറൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ. ക്ലിയർ? സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ എംപ്ലോയീസ് ഇൻഷുർഡ് ആർ എൻറ്റൈറ്റിൽഡ് ടു സിക്നെസ് ബെനിഫിറ്റ്. അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാ സഹായം കിട്ടും. മെറ്റേണിറ്റി ബെനിഫിറ്റ് അല്ലേ, മെറ്റേണിറ്റിയിൽ പോകുന്ന ആളുകൾക്ക് അതിൻ്റെ സാലറിയോടുകൂടി തന്നെ മെറ്റേണിറ്റി ലീവ് കിട്ടും. ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്സ് കിട്ടും. ഡിസബിലിറ്റി വരികയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ കിട്ടും. അതുപോലെ ടെമ്പററി ഡിസബിലിറ്റി ആണെങ്കിൽ അത് മാറുന്ന വരെയുള്ള അലവൻസസ് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ബെനിഫിറ്റ്സ് ലഭിക്കും. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻ അഡീഷൻ എന്തുകൂടെ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സർജറി, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് വരുന്നതാണ് ESI എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എംപ്ലോയേഴ്സ് ലയബിലിറ്റി ഇൻഷുറൻസ്. ഇതുപോലെ തന്നെ എംപ്ലോയേഴ്സിന്, കമ്പനികൾക്ക് അല്ലേ, എംപ്ലോയറായിട്ടുള്ള ആളുകൾക്ക്, ഓർഗനൈസേഷൻസിനോ അവരുടെ എംപ്ലോയീസിന് ചിലപ്പോൾ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ചില പ്രത്യേക ഇതിൻ്റെ ഫലമായിട്ടോ അല്ലേ, എന്തെങ്കിലും വരാവുന്ന ഇഞ്ചുറി അല്ലേ, ആക്സിഡൻറ്റ്, ഡിസേബിലിറ്റി, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചിലപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അല്ലേ. അങ്ങനെ വരുന്നതിന് വേണ്ടി, അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പോളിസി എടുക്കാം. അങ്ങനെയാണെങ്കിൽ എംപ്ലോയേഴ്സ് ലയബിലിറ്റി ഇൻഷുറൻസ് അവിടെ വരുന്നു. ക്ലിയർ? അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഫണ്ട് എന്നൊക്കെ നമ്മൾ അതിന് പറയാം. ഓക്കെ. അങ്ങനെയുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പനികൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ക്ലിയർ? അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ ഫണ്ട്, എംപ്ലോയീസ് കോമ്പൻസേഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടും ഇത്തരത്തിലുള്ള ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഓവർകം ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ വർക്കേഴ്സിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ ലയബിലിറ്റി, ഫോർ എക്സാമ്പിൾ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഒരാൾ പിരിച്ചുവിടുകയെന്ന് വിചാരിക്കുക, അവർക്ക് ടെർമിനേഷൻ ബെനിഫിറ്റ്സ് കൊടുക്കണം അല്ലേ. ടെർമിനേഷൻ ബെനിഫിറ്റ്സിൽ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും, ഗ്രാറ്റുവിറ്റി ഉണ്ടാവും, മറ്റുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാവും. ക്ലിയർ? സാലറിയുടെ ചെറിയൊരു പോർഷൻ ഉണ്ടാവും, പെൻഷനോ, അങ്ങനെ കുറേയധികം ആനുകൾ ഒന്നിച്ച് കൊടുക്കേണ്ടി വരും. ഇതൊരു വലിയ ലയബിലിറ്റിയാണ്. ഇതിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇത് കൊടുക്കാറുണ്ട്. അതുപോലെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ, നിലവിലുള്ള നിയമം അനുസരിച്ച് പെൻഷൻ ക്ലിയർ മുഴുവനായിട്ട് വാങ്ങിക്കാൻ കമ്മ്യൂട്ട് ചെയ്ത് ലംസമായിട്ട് വാങ്ങിക്കാൻ പറ്റും കുറച്ച് പോർഷൻ.
ആകെയുള്ള പെൻഷൻ എമൗണ്ടിനെ നമ്മൾ ഇത്ര വർഷത്തിൽ നിന്ന് പറഞ്ഞിട്ട് അതിന് നിശ്ചിത പോർഷൻ അയച്ച് ക്ലിയർ ഒരു 60% 50% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിക്കാം. ബാക്കിയുള്ളതിൻ്റെ പെൻഷൻ പിന്നെ മന്ത്ലി കിട്ടും. ആ രീതിയിൽ കമ്മ്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് വരും. ഓക്കെ, ലീവ് സാലറി കൊടുക്കുമ്പോൾ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് പോളിസി കവറേജ് നൽകുന്നുണ്ട്. അതുപോലെ ഗ്യാരണ്ടി ഇൻഷുറൻസ്. So, the main type of policies included in guarantee insurances are insurance for the performance of a contract. അല്ലേ, ഏതെങ്കിലും ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തു, അതിൽ മറ്റൊരു പാർട്ടി അവരുടെ പെർഫോമൻസ് ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, മറ്റൊരു പാർട്ടിക്ക് നഷ്ടം വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, മറ്റൊരാളുടെ പെർഫോമൻസ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ വരാവുന്ന ലയബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടി അല്ലേ, ഒരു ഗ്യാരണ്ടി എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു, പോളിസി എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഗ്യാരണ്ടി പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇവിടെ എന്ത് ചെയ്യുന്നു, ദ ഗ്യാരണ്ടർ ദിസ് അണ്ടർറൈറ്റർ ഇൻഷുവേഴ്സ് ദ പ്രൊമിസി ഓർ എംപ്ലോയർ against the loss of arising by non-performance of the promisor, that is the dishonesty of the employee. ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ ഡിസോണസ്റ്റി ഫലമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം അല്ലേ. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കൈവശമുള്ള കുറേ ക്യാഷ് കൊടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യാൻ അയാൾ ചിലപ്പോൾ അത് ആ പൈസയും കൊണ്ട് പോയിന്ന് വരും അല്ലേ, ഡിസോണസ്റ്റി കാണിച്ച് വേറൊരു അക്കൗണ്ടിൽ നിക്ഷേപിച്ചെന്ന് വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ലയബിലിറ്റിയെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ ഗ്യാരണ്ടി ഇൻഷുറൻസ് എന്ന് പറയും. ക്ലിയർ? അതുപോലെ ഫിഡിലിറ്റി ഇൻഷുറൻസ്. Clear? So policies are the most common type of guarantee policy. Clear? അവിടെ എന്ത് ചെയ്യുന്നു, taken for the contracts of employment where the employees have an opportunity to be dishonest. അല്ലേ, എംപ്ലോയീസ് ഡിസോണസ്റ്റി കാണിക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ എന്ന നഷ്ടത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫിഡിലിറ്റി പോളിസി എടുക്കാറുണ്ട്. ക്ലിയർ? വിശ്വാസവഞ്ചന പോളിസി എന്നാണ് നമ്മൾ അതിന് പറയുന്നത്, ഫിഡിലിറ്റി. ക്ലിയർ? അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അക്കൗണ്ടിൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു, ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാം കമ്പനിയുടെ പൈസ, അയാൾ എന്ത് ചെയ്തു, അതുകൊണ്ട് പോയി. അപ്പോൾ എന്തായി, കമ്പനിക്ക് നഷ്ടമായിട്ട് മാറും. ക്ലിയർ? ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഡിലിറ്റി പോളിസീസ് കൊടുക്കുന്നത്. ക്ലിയർ? ദെൻ അതുപോലെ എംബസൽമെൻറ്റ് ഓഫ് ഫണ്ട്, മണി സെക്യൂരിറ്റി, ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും എംപ്ലോയീസിൻ്റെ കൈവശമായിരിക്കും. ചെക്ക് ബുക്ക് അല്ലേ, അതുപോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റെസീപ്റ്റുകൾ, ഡിപ്പോസിറ്റ് റെസീപ്റ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാം, മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസ്കിന് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഡിലിറ്റി പോളിസി എടുക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 2 തരത്തിൽ അത് എടുക്കാറുണ്ട്. ഫുൾ കവറേജ് എന്നുള്ളതിൽ മോട്ടോർ വെഹിക്കിൾസിൻ്റെ വരുന്ന നഷ്ടവും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ വ്യക്തി അല്ലെ ഓണേഴ്സിന് വരുന്ന നഷ്ടത്തിനെയും കവർ ചെയ്യുന്ന തരത്തിൽ വരുന്നു. അതുപോലെ തന്നെ തേർഡ് പാർട്ടി മറ്റുള്ള ആളുകൾക്ക് വരുന്ന നഷ്ടത്തിന് നികത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും വരുന്നു. ക്ലിയർ? ഇതിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത് മറ്റുള്ള തേർഡ് പാർട്ടികൾക്ക് വരുന്ന നഷ്ടം, തേർഡ് പാർട്ടികളുടെ മരണത്തിൻ്റെ ഫലമായിട്ട് വരുന്ന കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള കേസസിൽ കൊടുക്കുന്ന നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നാണ് പറയുക, തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് എന്നാണ് പറയുക. അത് മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ചിട്ട് ഇന്ത്യയിൽ മാൻഡേറ്ററി ആണ്. അതില്ലാതെ ഒരു വെഹിക്കിളും റോഡിൽ ഇറങ്ങാൻ പറ്റില്ല, പബ്ലിക് റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. ക്ലിയർ? അതില്ലെങ്കിൽ ഒരു ഫൈൻ ഈടാക്കും, അല്ലെങ്കിൽ പിടിച്ച് CC. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഈസ് എ കമ്പൽസറി വൺ. ക്ലിയർ? പക്ഷേ ഈ ഇൻഷുറൻസ് ഏത് വെഹിക്കിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവിടെ വെഹിക്കിളിനുള്ള നഷ്ടത്തിന് കോമ്പൻസേറ്റ് ചെയ്യണം. അത് മാൻഡേറ്ററി അല്ല, പക്ഷേ ചില വെഹിക്കിൾസിനൊക്കെ അത് മാൻഡേറ്ററി ആയിട്ട് മാറും ചില സ്റ്റേറ്റുകളിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, ഒരു ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ റിലേറ്റഡ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കാറോ അങ്ങനെയുള്ള വാല്യുബിൾ വളരെ വില കൂടിയിട്ടുള്ള വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ഇത് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ മുഴുവൻ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിന് കവർ ചെയ്യുന്നതിന് വേണ്ടി ഈ വെഹിക്കിൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് കൂടെ എടുക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1939 was introduced and compulsory insurance to all vehicles. Now the vehicles cannot ply in the public roads without any insurance. അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ, അപ്പോൾ ഇതിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ചിട്ട് ഒക്കെ നമുക്ക് എന്തുണ്ട്, 1986 ആ പീരീഡിലാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട്സ് പിന്നീട് വരുന്നത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെയൊക്കെ പെർവ്യൂവിൻ്റെ ഫലമായിട്ട്, അതിൻ്റെയൊക്കെ പരിധിയുടെ അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ത് തന്നെയാണ്, മസ്റ്റ് തന്നെയാണ്. ഓക്കെ, പബ്ലിക് റോഡ്സിലൂടെ പോകുന്ന എല്ലാ വെഹിക്കിൾസിനും എന്താവശ്യമാണ്, ഇൻഷുറൻസ് ആവശ്യമാണ്. സോ policy of a motor vehicle insurance is accordingly a combined insurance against the damage of the motor vehicle and the accessories and death or injury to the or occupational to the occupant of the vehicle
and also against the liability of the injury and the death of a third party. ഇതിൽ തേർഡ് പാർട്ടിയുടെ കേസസ് ഉള്ളത് വളരെയധികം മസ്റ്റ് ആണ്, നമുക്കറിയാം. ബാക്കിയുള്ളത് ഓപ്ഷണലാണ് ചില കേസിൽ. ഓക്കെ, ദെൻ motor insurance gives protection to the vehicle owner against the damage of his vehicle pays to the third party in the case of any accident. ഓക്കെ, ഇപ്പോൾ ഇതിനുള്ള ഒരു കേസ് വരുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇപ്പോൾ പുതിയ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള നിയമം 1988 നിയമമാണ് കേട്ടോ, മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988. ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ വേറൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പോളിസിയുടെ ഒരു പ്രത്യേകത, നമ്മൾ മോട്ടോർ വെഹിക്കിൾ പോളിസി എടുത്തു, ക്ലിയർ, ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അത് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ അതുവരെ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രീമിയത്തിൽ, നെക്സ്റ്റ് ഇയറിൽ എടുക്കുന്ന പ്രീമിയത്തിൽ ഇളവ് കിട്ടും. പക്ഷേ ഇതിന് നമ്മൾ പറയുന്നത് നോ ക്ലെയിം ബോണസ് എന്നാണ്. എന്താ നോ ക്ലെയിം ഇല്ലാത്ത സന്ദർഭത്തിൽ, ക്ലിയർ, പോളിസി എടുത്തിട്ടും ക്ലെയിം ഇല്ലാതെ വരികയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ വീണ്ടും പോളിസി റിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രീമിയത്തിൽ റിഡക്ഷൻ കിട്ടുന്നു. ഇതിനെയാണ് അത് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ കോംപ്രഹെൻസീവ് പോളിസി ഈസ് അലൗഡ് ടു lapse for more than 90 days the accrued benefits. അതുപോലെ തന്നെ 90 ഡേയ്സിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? റിന്യൂ ചെയ്യണം ഇതിൻ്റെ പ്രീമിയം. ഓക്കെ, അടച്ച് വീണ്ടും അത് റിന്യൂ ചെയ്യുന്നതായിട്ടുണ്ട്. അതർവൈസ് ഇതെല്ലാം നഷ്ടപ്പെടും. നോ ക്ലെയിം ബോണസ് ഒക്കെ നഷ്ടപ്പെടും. പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇൻഷുറൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊക്കെയാണ് ഏത് തമ്മിലുള്ള വ്യത്യാസം, അല്ലേ, ഏതൊക്കെ തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില ജനറൽ ഇൻഷുറൻസിൻ്റെ ടൈപ്പ്. ഓക്കെ.